മലങ്കര സഭയുടെ മിത്രവും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ വി മുരളീധരൻ ആശംസകൾ അർപ്പിക്കുന്നു. വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പരിശുദ്ധ കത്തോലിക്ക ബാബ തിരുമേനി അവർകളെ, ഹിസ് ഹോളിനെസ് ശ്രീ ദലൈ ലാമാജി, ഇവിടെ ഈ ചടങ്ങിൽ സംബന്ധിച്ച് നമ്മളെ അഭിസംബോധന ചെയ്ത് പോയിട്ടുള്ള ഹിസ് എക്സലൻസി ശ്രീ APJ അബ്ദുൽ കലാം, ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, ബഹുമാന്യരായ തിരുമേനിമാരെ, മറ്റ് മത സാമുദായിക രാഷ്ട്രീയ നേതാക്കളെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കത്തോലിക്കേറ്റ് സ്ഥാപിതമായതിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഹാസമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഭാരതം വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളുടെയും മതങ്ങളുടെയും സംഗമഭൂമിയാണ്. മതം എന്നുള്ളത് ആത്മീയമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന മാർഗമാണ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ആത്മീയമായിട്ടുള്ള ഔന്നത്യത്തിലേക്ക് നീങ്ങുമ്പോഴും നമ്മൾ ജനിച്ചിട്ടുള്ള മണ്ണിൻ്റെ അടയാളമാണ് ഈ നാടിൻ്റെ ദേശീയത എന്നുള്ളത്. അപ്പോൾ ഒരു വശത്ത് ആത്മീയമായിട്ടുള്ള ഔന്നത്യത്തിലേക്ക് നീങ്ങാനുള്ള മതപരമായിട്ടുള്ള വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും മറുവശത്ത് ജനിച്ച മണ്ണിൻ്റെ അടയാളമായിട്ടുള്ള ഈ ദേശീയതയോടുള്ള പ്രതിബദ്ധത, ആ പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നുള്ളതിൽ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മണ്ണിൻ്റെ മണമുള്ള ദേശീയ സഭയായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കണക്കാക്കപ്പെടുന്നത്. ഭാരതത്തിലെ തദ്ദേശീയ സഭയായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ സംസ്കാരത്തോടും ഈ നാട്ടിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളോടും എന്നും സഹവർത്തിത്വത്തിൽ പെരുമാറാൻ, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമുദായം എന്നുള്ള നിലയിലാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ കണക്കാക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ സഭയുടെ ഈ സമ്മേളനത്തിൽ, മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ഔന്നത്യത്തിന് വേണ്ടിയിട്ട്, പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ പരിശ്രമങ്ങളും നടത്താൻ അതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച സഭാ നേതൃത്വത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങൾക്കും ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.